കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എത്തിയാ എങ്ങനെ വന്നേ? ഓട്ടോയില്. അവിടുന്ന് ഇവിടം വരെ എന്ത് നിനക്ക് പ്രാന്താ? അല്ല പിന്നെ നിനക്ക് അവിടുന്ന് ഒരു ബസ്സിന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ പോരായിരുന്നോ വാഴക്കാലേന്ന്? അതിന് ഞാനല്ല ഓട്ടോ വിളിച്ചത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞപ്പോ തന്നെ സിദ്ധുവിന്റെ അച്ഛൻ ഓട്ടോ വിളിച്ചു തന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവർക്ക് പിന്നെ കുറെ പൈസ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചി വന്നല്ലേ? സദ്യപ്പഴേ തോന്നി ചേച്ചി വന്നെന്ന്. ഇത് എവിടെയായിരുന്നു? ചേച്ചിയെ കണ്ടില്ലേ? കാണണ്ട, അതാ നല്ലത്. പിന്നെ അമ്മ, സിദ്ധുവിന്റെ അച്ഛൻ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ ചേട്ടനെ വിളിച്ചത്. ആ ചേട്ടനെനിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അച്ഛനെ അവിടെ നിന്ന് ഇവിടെ ആക്കാറുണ്ടല്ലോ. അച്ഛനെ പറ്റി ഭയങ്കര ചോദ്യങ്ങളായിരുന്നു. ഭയങ്കര ഫാനാണെന്നാ പറയണേ അച്ഛനല്ലെങ്കിലും ആൾക്കാരെ വീഴ്ത്താൻ നല്ല മിടുക്ക. അമ്മ, എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. ആഹാ, ചേച്ചി എത്തിയല്ലോ. ചേച്ചി ഞങ്ങളവിടെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേച്ചി നൈസിലും കയറി വന്നല്ലേ? ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്താ പറയാനുണ്ട്. എന്താ പറയാനുണ്ട്? ആരെങ്കിലും ഒന്ന് വാ തുറക്കാൻ കാത്തിരിക്കയാണ്. അങ്ങനെ പറവറന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒന്നും മിണ്ടാതെ നിൽക്കണ്ട. ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല, അപ്പൊ അങ്ങ് തുടങ്ങിക്കോളും. മിണ്ടാതെ നിന്നില്ലെങ്കിൽ അങ്ങോട്ടേ പറഞ്ഞിടും തിരിച്ച്. അയ്യോ സോറി, ഉണ്ടായിരിക്കാം. ചേച്ചി അയ്യോ, പറയണത് കേൾക്കാൻ എന്തൊരു തിടുക്കമാണ്. അമ്മ, സിദ്ധുവിന്റെ അമ്മേ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യാ കുഴിപ്പളത്തമ്മ പറഞ്ഞേ. എന്ത് കാര്യം? അവിടുത്തെ അമ്മേ നമ്മുടെ മുടിയൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു കല്യാണാലോചനയും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുടിയൻ ചേട്ടനോ? പിന്നെ ഇവിടെ കെട്ടിക്കാൻ പ്രായത്തിന് വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ മുടിയൻ ചേട്ടൻ പെരന്നിറങ്ങി നിൽക്കാൻ തുടങ്ങിയ ശേഷം കല്യാണാലോചന ചറവറാന്ന് വരികയാണല്ലേ. ഇതിപ്പോ ഇവിടുന്ന് സംഭവം ഗുരുവായൂരടുത്താ. നമ്മുടെ കുഴിപ്പളത്തമ്മയുടെ മൂത്ത ചേച്ചിയുടെ രണ്ടാമത്തെ മോളുടെ ഭർത്താവിന്റെ റിലേറ്റീവ് ആണ് ഈ പെൺകുട്ടി. അതായത് അളിയന്റെ വല്യമ്മയുടെ മോളുടെ ഭർത്താവിന്റെ വീട്ടുകാരല്ലേ? ഇങ്ങനെ വളഞ്ഞു ചുറ്റി ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സിദ്ധുവിന് ഗുരുവായൂരുള്ള ബന്ധുക്കള് അതല്ലേ? പറ, ഇപ്പൊ പറയാൻ കാര്യം എന്താണ്? പറയാൻ കാര്യം എന്താന്ന് വെച്ചാല് അവര് എറണാകുളം ചുറ്റിക്കറങ്ങാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവര് ദുബായ് ബേസ്ഡ് ആണ്. അപ്പൊ അവര് സിദ്ധുവിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് കല്യാണാലോചനയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇവര് പോയതിനു ശേഷമാണ് കുഴിപ്പളത്തമ്മ മുടിയ ചേട്ടന്റെ കാര്യം ആലോചിച്ചത്. അപ്പൊ തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി. അവരാണെങ്കിൽ നമ്മുടെ വീട്ടുകാരെ പറ്റി കേട്ടപ്പോഴത്തേക്കും ഭയങ്കര താല്പര്യം. അത് പിന്നെ ആർക്കായാലും നമ്മുടെ കുടുംബക്കാരുടെ ഒരു ചരിത്രമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു ആകർഷണം തോന്നും, ഉറപ്പാ. എടാ, അച്ഛനെ പോലെ സ്വയം അങ്ങ് പുകഴ്ത്തല്ലേ കേട്ടോ. ഇതാദ്യം അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. അതാണ് പ്രശ്നം. ഉൾപ്പെടുത്തമ്മ ഈ കാര്യം പെട്ടെന്ന് തന്നെ പ്രൊസീഡ് ചെയ്യണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. ആദ്യം നമുക്ക് അച്ഛനോട് സംസാരിക്കാം. ഇനിയാണ് കോമഡി. കോമഡിയാ? ഇവിടെ കല്യാണക്കായി നടക്കുമ്പോഴാണ് നവാസ് അങ്ങനെ പറഞ്ഞേ. അവന് ആഴ്ച 5 ദിവസം അവന് വീട്ടിൽ പോയി നിൽക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യും, അവനെ മണിക്ക് വരണമെന്ന് പറ. നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്യണത്? ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. അതുകൊണ്ട് പറ, മണിക്ക് വരണമെന്ന് പറ. അല്ല എപ്പോ വന്ന്? ഞാനൊരു 10 മിനിറ്റ് വന്നിട്ട് ആണ്. എന്നിട്ട് അച്ഛൻ എവിടെ കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല അച്ഛാ. ഈടെ അച്ഛപ്പോ അച്ഛനാരും ശ്രദ്ധിക്കാറില്ല. പിന്നെ എന്തൊക്കെയാണ് അവിടെ വിശേഷം? അച്ഛാ, കുഴപ്പമുള്ളൊരു കിടിലൻ വിശേഷമുണ്ട്. കുഴിപ്പള്ളത്ത് കിടിലൻ വിശേഷവും? അങ്ങനെ വരാൻ വഴിയില്ലല്ലേ അച്ഛാ. പറ, അടുത്ത അവിടെ കുഴിപ്പള്ളത്താമ ലച്ചുനെ കൊണ്ട് കല്യാണത്തിന് പോണത്? കല്യാണത്തിന് പോണില്ല, കല്യാണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. കല്യാണം ഇങ്ങോട്ട് കൊണ്ടുവരണോ? അച്ഛാ, നമ്മുടെ സിദ്ധുളിയന്റെ അമ്മ നമ്മുടെ മുടിയൻ ചേട്ടന് വേണ്ടിട്ട് പെണ്ണാലോചിച്ചെന്ന്. ആണ്? ഈ സിദ്ധുവിന്റെ അമ്മ എന്ന് ബ്രോക്കറായത്? അച്ഛൻ എന്തോന്നൊക്കെ പറയണേ? പറഞ്ഞതേ ഉള്ളൂ. ഇന്നാണ് ചേച്ചി ഇവളുടെ അടുത്ത് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. അത് നമ്മളോട് ചോദിച്ച് നമ്മളെ അഭിപ്രായം അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കാന്ന് പറഞ്ഞു. സിദ്ധു അറിഞ്ഞാ? ഇല്ല, അളിയുടെ നമുക്ക് ഇങ്ങനെ പതുക്കെ പറയാലോ. ശരി. കല്യാണം ചെറുക്കറിഞ്ഞ മുടിയേ? ഇല്ല, പറയണം തന്നെ. കല്യാണം ആലോചന പറഞ്ഞാൽ മതി. 2 കാലത്ത് തറ വെച്ച് അയ്യോ കിടന്നല്ലോ വിളി. അല്ലേ മുടിയൻ ചേട്ടൻ കല്യാണം എന്ന് പറയുമ്പോ ഇങ്ങനെ പേടിക്കുന്നേ? പിന്നെ പേടിക്കണ്ടടാ, പ്രത്യേകിച്ച് ആണുങ്ങള്. എടാ, പെണ്ണുങ്ങളല്ലേ കെട്ടാൻ പോണത്. ആണുങ്ങളെ പേടിക്കണം, ആണുങ്ങളൊക്കെ അങ്ങ് നല്ലവരാണല്ലോ. ഇനി ഇതിനൊക്കെ കാര്യം അറിയാമോ? ഈ ആണുങ്ങളെല്ലാം ഉള്ളിന്റെ ഉള്ളില് നല്ലവരാണ്, പുറമേ വൃത്തിയിട്ടവന്മാര്.
കല്യാണ സ്ഥലം പറയാം. കല്യാണ സ്ഥലമോ? കല്യാണ കാര്യം പറയാനാണ് അത് ഉദ്ദേശിച്ചത്. കുഴച്ചോളെ കേൾക്കണ അത് സാരമല്ലൊക്കെ കറക്റ്റാ പറയാനല്ലേ. പെണ്ണോട് പെണ്ണ് ഗുരുവായൂരടുത്താച്ചാ. എനിക്കതല്ല, ഈ മുടിയന്റെ കാര്യത്തിൽ സിദ്ധുവിന്റെ അമ്മ ഇത്രയും ശ്രദ്ധിക്കാൻ കാരണം എന്താണ്? അതിപ്പോ നമ്മുടെ കുടുംബത്തോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവും അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ ഒക്കെ പുറത്തായിരിക്കും അല്ലേ? ഇല്ല, അതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ മറിച്ച് ചിന്തിക്കണം. മറിച്ച് ചിന്തിക്കാനോ? ഇപ്പം നമ്മളെ കുടുംബം നല്ല കുടുംബമല്ലേ, പേരിട്ട കുടുംബമല്ലേ. അവരെ കുടുംബം മോശമൊന്നുമല്ല, പക്ഷെ അവരെ കുടുംബത്തിൽ ഇത്തിരി താഴെ ലെവലുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചാൽ അല്ല, അച്ഛനെന്താ ഉദ്ദേശിക്കണേ? ഉദ്ദേശിക്കണമല്ല, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെ കൂടെ ആര് ചേർന്നാലും നന്നാവുമല്ലോ. ഇപ്പോൾ സിദ്ധുവിൻ്റെ അമ്മയ്ക്ക് അവരെ കുടുംബം എന്ന് പറഞ്ഞാൽ വലുതല്ലേ. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ഇടവാണോ? അച്ഛന്റെ ഈ തലതിരിഞ്ഞ ചിന്താഗതിയാണ് എല്ലാത്തിനും പ്രശ്നം. ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞോണ്ട് വരൂല കേട്ടാമേ. ആ പോലെ നിന്റെ അച്ഛൻ്റെ തലയിരിഞ്ഞ ചിന്ത ഉണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു അമ്മയെ കിട്ടി, സിദ്ധുവിനെ കിട്ടിയത്. സമ്മതിച്ച് അച്ഛന്റെ കഴിവ് തന്നെയാണോ അത്? അപ്പം ഞാൻ എന്നത് ചേച്ചി ഇത് എവിടെ പോണു? ചേച്ചി കൊണ്ടുവന്നേ. എടാ, ഇത് എന്തോന്നാടാ ഇത്? ചേട്ടന് നല്ലതിന് വേണ്ടിട്ടല്ലേ ഞാൻ ഓരോ ആലോചനയും കൊണ്ടുവരുന്നത്. അയ്യോ, നല്ലതിന് വേണ്ടി തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കണേ. അങ്ങനെ നല്ലതിന് വേണ്ടി ആലോചിച്ച് തന്നെയാണ് ഇപ്പം നിനക്ക് ഇപ്പം നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ. അപ്പം പിന്നെ ആ കുടുംബക്കാർ എങ്ങനെ ആയോ? അച്ഛൻ ഇനി കൂടുതലൊന്നും പറയണ്ട. ഞാൻ സിദ്ധുവിന്റെ അമ്മേനെ വിളിച്ച് പറയാം. ഈ ബന്ധം പോവില്ലെന്ന് ഇനി മുന്നോട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു. അങ്ങനെയൊന്നും പറയണ്ട. നീ ഇപ്പൊ അച്ഛൻ പറയണൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. അവരോട് വരാൻ പറ, സംസാരിക്കാന്ന് പറ. അങ്ങനെ പറഞ്ഞാ മതിയോ? ആ മതി. അവസാനം അച്ഛൻ പ്രശ്നം ഉണ്ടാക്കരുത്. ആ അച്ഛൻ പറയണ മൈൻഡ് ചെയ്യണം നിൽക്കണ്ടെന്നേ. ഞാനേ ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല. നിങ്ങൾ എന്തുകൊണ്ട് അയക്കോ? അച്ഛൻ എവിടെ പോണു? അച്ഛാ, അവിടെ അവിടെ അമ്മ എന്തോ ഇങ്ങനെ പോട്ടടാ, അത് കുറച്ച് കഴിയുമ്പോ വരും. ആദ്യം എന്ത് കാര്യം പറയുമ്പോഴും ഇങ്ങനെ ഉള്ളതാണല്ലോ.